കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും നമ്മൾ അനുസരിച്ച് നമ്മുടെ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മാധ്യമത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായമാണ്. ഈ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും ദൈവം ന്യായം വിധിക്കുന്നുവെന്ന് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് ഏത് തരത്തിലുള്ള ആളുകളെയും ദൈവം ന്യായം വിധിക്കും. രാഷ്ട്ര തലവന്മാർ, ഉന്നതയിലിരിക്കുന്നവര്, സകലരെയും ഒരുപോലെ ന്യായം വിധിക്കുന്ന നീതിയുള്ള ന്യായകർത്താവാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഈ ലോകത്തിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുമ്പോൾ അവിടുന്ന് മഹത്തായ ഒരു ഉദ്ദേശമുണ്ട്. ഓരോ കുഞ്ഞും ഈ ലോകത്തിൽ ജനിക്കുന്നതിൻ്റെ ദൈവിക ഉദ്ദേശം എന്നത് സൃഷ്ടാവിനെ തിരിച്ചറിയുക, സൃഷ്ടാവിങ്കിലേക്ക് തിരിയുക എന്ന ലക്ഷ്യമാണ്. എന്നാൽ ഈ ലോകത്തിൽ പൈശാചികമായ അന്ധകാരത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും പിശാചിൻ്റെ അടിമത്വത്തിൽ, പിശാചിൻ്റെ മോഹങ്ങൾക്ക്, ഇഷ്ടങ്ങൾക്ക് അധീനരായി ഇന്ന് ലോകത്തിൽ മനുഷ്യർ ജീവിക്കുമ്പോൾ ദൈവം അവിടുത്തെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് പൈശാചികമായ അധികാരത്തിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് മാനവകുലത്തെ അവിടുത്തെ അവസാന തുള്ളി രക്തം വരെയും കൊടുത്ത് വീണ്ടെടുത്തപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ ദൈവമക്കളായിത്തീരുവാൻ ഇടയായിത്തീരും. അവിടുത്തെ കൽപ്പനകൾ, പ്രമാണങ്ങൾ അനുസരിച്ച് മുന്നോട്ട് ജീവിക്കുന്ന ഓരോ ദൈവ പൈതലും ദൈവിക ന്യായവിധിയിൽ നിന്ന് ദൈവം വിടുവിക്കുക തന്നെ ചെയ്യും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും അവിടുന്ന് ന്യായം വിധിക്കുന്നവനായ കർത്താവാണ്. നമ്മൾ ഈ ലോകത്തിൽ ഒരു പക്ഷെങ്കിൽ പുണ്യപ്രവർത്തികൾ, കർമ്മങ്ങളൊക്കെയും ചെയ്തു കാണും. മോക്ഷം കിട്ടും, അല്ലെങ്കിൽ ആ ഒരു സ്വർഗം കിട്ടുമെന്നൊക്കെയും വിചാരിച്ച് ലോകത്തിൽ നിന്ന് മനുഷ്യരെ പല പ്രവർത്തനങ്ങളും കർമ്മങ്ങളൊക്കെയും ചെയ്യുന്നു. എന്നാൽ അതൊക്കെയും ദൈവസന്നിധിയിൽ നീതിയുള്ളതാണ്. സൽപ്രവർത്തികൾക്കായാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ നാം ഈ ലോകത്ത് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും ജീവപുസ്തകത്തിൽ നമ്മുടെ പേരുകൾ ഉണ്ടായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും നമ്മൾ അനുസരിച്ച് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, അന്ധകാരമായ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, നമ്മളെ വിളിച്ച ദൈവത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട്, വിളിച്ച ദൈവത്തിനെ മാത്രം നോക്കിക്കൊണ്ട്, അവിടുത്തെ പ്രമാണങ്ങളും കൽപ്പനകളും പ്രമാണിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ലഘു സന്ദേശത്തിൽ ഇരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.